വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാരങ്ങാച്ചോറൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിനായി ബസ്മതി റൈസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊന്നി, കുറുവ പോലുള്ള അരികളൊന്നും ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് ലഭിക്കില്ല. ആദ്യം റൈസ് അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ 2 ലെമണാണ് എടുക്കുന്നത്. ശേഷം പാൻ ചൂടാക്കുക. ഞാനിവിടെ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും പ്രധാനമായും ചേർക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അതിനുശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക് ഇവയെല്ലാം ചേർക്കുക. പിന്നീട് മഞ്ഞളും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ചേർക്കുക. ഇനി ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രമേ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. നാരങ്ങാനീര് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലായി വേവിച്ച ചോറിട്ട് നന്നായി മിക്സ് ചെയ്യുക. ചോറുണ്ടാക്കി നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ദൂരയാത്ര പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ ഒരു ദിവസം വരെ ഇത് കേടാവാതെ നിൽക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.